You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me to the dark, let me take you past our satellite. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, touch me like you do. What are you waiting for? On the edge of paradise, every inch of your skin is a holy grail I've gotta find. Only you can set my heart on fire, on fire. You're a sky, 'cause you're a sky full of stars. I'm gonna give you my heart, 'cause you're a sky, 'cause you're a sky full of stars. 'Cause you light up the park. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I saw you. You're a sky full of stars. I wanna die in your arms.
show me how to get to know someone like you, someone like you. I want you to know me, 'cause I know then you'll see we could be true, we can be true. I want you to see what I see in us, something so real, something so real. I want you to see that this is a love that we both feel, that we both feel. And how will we ever know if the love will ever grow without trying, without trying? And how will we ever see if we are meant to be? It's terrifying, it's terrifying. That we're meant to be. We're meant to be. That we're meant to be. We've both been there before, when a love shuts the door. മിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർത്തിയിൽ മലർ തരൂ നിൻ പീലിക്കണ്ണിൽ മിന്നിക്കാണും പൊൻതാരാജാലം ചിരിതൂകിയോ നിറമേടും ഇന്നും മഴവിൽ പടവിൽ അണയാമെന്നും തളിർ മുകിൽ കുളിർ തൊടാം ഒരു സ്വപ്നം കാണും പോലെ പുതു സ്വർഗം ചേരും പോലെ അരികിലാരും അഴകി ചൂടി വിരിയവേ ഞാനും പൂങ്കാറ്റായി മേയുന്നോ മിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർത്തിയിൽ മലർ തരൂ മഴനുള്ളും തുള്ളികൾ കരളോരം വീഴവേ നിനവാകെ നിൻമുഖം മാത്രമായി പകലാറും സന്ധ്യകൾ കുടയുന്നോ വാനിലായി കുങ്കുമം പ്രണയമായി അറിയാതെ എന്നോ നീ എൻ്റെ ജീവന്റെ നിഴലായി മാറി പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നുവോ തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ
നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദുരിതം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷകളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. എന്തുകൊണ്ട് ആ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാവുന്നതിന് വലിയ ഫലമായി മാറികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങൾ വന്ന സമയത്തും
കൃപാസന പരിക്രമത്തിന് ഒരുക്കമായാണ് നമ്മളിപ്പോൾ ഈ ദേവാലയത്തിലായിരിക്കുന്നത്. ഇന്ന് കോട്ടൂർ ഇടവകയിൽപ്പെട്ട ഏവർത്തലത്തെ ടെസി ആന്റണി മകൻ അഭിനവ് കോച്ച് തിരുവനന്തപുരം അഞ്ചാമൂല ഇടവക പുറക്കാവയിലെ ഷാജു സുനി മകൾ അനീഷയും തമ്മിലുള്ള വിവാഹബന്ധ ഉദാശയുടെ പരികർമ്മമാണ് നമ്മുടെ ദേവാലയത്തിൽ നടത്താൻ പോകുന്നത്. കോട്ടൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നവരെയും, അതായത് പുറക്കാവയിലെ കുടുംബത്തെയും അവരുടെ ബന്ധുജനങ്ങളെയും, കോട്ടൂർ ഇടവകയിൽപ്പെട്ട ഏറത്തേടത്ത് കുടുംബത്തെയും അവരുടെ ബന്ധുജനങ്ങളെയും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പെരുമഴക്കാലമൊക്കെ കഴിഞ്ഞ് വളരെ സ്വസ്ഥതയോടുകൂടെ അധികം വ്യഗ്രതകളില്ലാതെ ദൈവം ഇന്ന് ഈ കർമ്മം നടത്തുന്നതിന് നമുക്ക് അവസരമൊരുക്കിയതിനോട് ഈശോയ്ക്ക് തന്നെ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ഈ കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടി 3 ബഹുമാനപ്പെട്ട വൈദികരാണ് നമ്മുടെ കൂടെയുള്ളത്. സെബാസ്റ്റ്യൻ തെക്കേടത്ത് CMA അച്ഛൻ, അദ്ദേഹം ഇപ്പോൾ CMA സഭയുടെ ജനറൽ കൗൺസിലർ കൂടിയാണ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർമർ പ്രിൻസിപ്പൽ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അടുത്ത് നൽകുന്നത് ഫാദർ മാത്യു കളരിക്കൽ CMA അച്ഛൻ, ഇപ്പോൾ ഇടപ്പുഴ പള്ളിയുടെ വികാരിയാണ്. അദ്ദേഹം ദേവഗിരി കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലൊക്കെയായിരുന്നു. കൂടെയുള്ളത് ബഹുമാനപ്പെട്ട തോമസ് നെടുങ്ങനാൽ അച്ഛനാണ്. അദ്ദേഹം സെൻറ് തോമസ് ആശ്രമത്തിലെ അംഗമാണ്. പപ്പുവാനൂരിലെ മിഷന് പോകാൻ വേണ്ടി അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ യാത്രയാവുകയാണ്. 3 അച്ഛന്മാരെയും വളരെ സ്നേഹത്തോടുകൂടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവ പള്ളിയുടെ അകത്ത് അനുവദിക്കുന്നതല്ല, ഫോട്ടോ എടുക്കാൻ നിയോഗിച്ചിരിക്കുന്നവർ മാത്രം അത് ചെയ്യുന്നു. Say
ഈ കൂദാശയുടെ വീരണം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജഡത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷയുടെ വാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ വിളവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലായ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്യമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷയുടെ വാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം തന്നെ തന്റെ പരിപാടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ അങ്ങ് ശ്രീമാൻ ഞങ്ങളുടെ കഴിയാത്തതുമായ സഹായങ്ങളെ സകല സൗഭാഗ്യങ്ങളും സമയം ഞങ്ങളെ സ്ത്രീയെയും മാതൃത്തെയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥൻ സൃഷ്ടാവുമാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്നെ അനുഗമിക്കുന്നവൻ അധികാരത്തിൽ നടക്കുകയില്ല എന്നോട് ചെയ്യുന്ന ശ്രീഭാവങ്ങൾ മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നതും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ഹൃദയതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രിസ്തുവേ, ലോകത്തിന്റെ പ്രകാശവും സകലത്തെ ജീവനുമായ വിശുദ്ധായി ഞങ്ങളിലേക്ക് അയച്ച് അനന്തകാലത്തിലേക്കും സ്തുതി. ആമേൻ. ഞാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെയുണ്ടായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യഹൂദന്റെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 or 3 അളവ് കൊണ്ട് പറയുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം ഉറപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു വരും. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച
അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവജനത്തെ സാക്ഷിയാക്കി. അതുപോലെ തന്നെ ഇവിടെയുള്ള 3 വൈദികരോടൊപ്പം വിവാഹമെന്ന ഉദാശയിലൂടെ കുടുംബജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക്, ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അഭിനവ്, അനീഷ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഇന്നത്തെ ദിവസം നമുക്കറിയാം അഭിനവനെയും അനീഷയെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ദിനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടിന് ഉള്ളിൽ സംഭവിച്ച വലിയ പ്രളയകാലത്ത് വിവാഹ വാഗ്ദാനം നടത്തി ഇനി വിവാഹത്തിൻ്റെ പരിശുദ്ധ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന നിങ്ങളുടെ ഈ മംഗളകർമ്മത്തിന് തീർച്ചയായിട്ടും സഭയുടെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം ആശംസിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉടമ്പടിയിൽ വിശ്വസ്തയുടെ വാഗ്ദാനങ്ങളിൽ ദൈവം അവിടുത്തെ അനുഗ്രഹം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിവാഹമെന്ന ഉദാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് യേശുനാഥൻ കാനായിലെ വിവാഹ വിരുന്നിന് അതിഥിയായി എത്തുന്ന സംഭവത്തെ നമ്മൾ വായിച്ചു കേട്ടു. പല ഊഴം നമ്മളൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള സുവിശേഷ ഭാഗം തന്നെയാണ്. യേശുവിൻ്റെ പരസ്യജീവിതത്തിലെ പ്രഥമമായ അത്ഭുതം എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു അടയാളത്തെക്കുറിച്ചാണ് നമ്മൾ സുവിശേഷത്തിന് ശ്രമിച്ചത്. യേശുവിൻ്റെ പരസ്യജീവിതത്തിലെ അടയാളം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളമെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഭവം. ദൈവത്തിന് പരസ്യജീവിതത്തിന്റെ ആരംഭത്തിലൊരു വിവാഹത്തിന് സാക്ഷിയാകുന്നു എന്നത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തില് വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു എന്നുള്ളത് വിവാഹത്തിന്റെ പ്രാധാന്യത്തെ മഹത്വത്തെ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം, വിവാഹമെന്ന ആ പരിശുദ്ധമായ ഉടമ്പടി നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന് വരുന്ന ഒരു സംഭവമാണ്. മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള ഗതി നിയന്ത്രിക്കുന്നത് വിവാഹമെന്ന ഉടമ്പടിയിലൂടെയാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിലെ മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ആ രീതിയിൽ പരസ്പര പൂരകമായ വ്യക്തിത്വങ്ങളാണ് പുരുഷനിലൂടെയും സ്ത്രീയിലൂടെയും മനുഷ്യവർഗത്തിന്റെ പിന്തുടർച്ചയ്ക്കായിട്ട് ദൈവം തീരുമാനിച്ചിരിക്കുന്ന വിവാഹത്തിലൂടെ. കുദാശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട സംഭവം എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷത്തെ ഏറ്റവും ഭൗതികമാക്കുന്ന ഉദാശയാണ് വിവാഹം എന്നുള്ളത്. സൃഷ്ടികർമ്മത്തിൽ ആദ്യം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പരസ്പര പൂരകങ്ങളായ വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് മനുഷ്യനെ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ വ്യതിരക്തയോടുകൂടി ദൈവം സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നരനിൽ നിന്ന് നാരി ഉണ്ടായി എന്നത് നമ്മൾ സൃഷ്ടി കഥകളിൽ വായിക്കുന്നുണ്ട്. ആ അവിഭാജ്യതയെ ബന്ധത്തെ സൂചിപ്പിക്കുവാനുള്ള മനുഷ്യകുലത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തുടർന്നു വന്ന സൃഷ്ടികർമ്മത്തിലെ കഥകളാണ്. നമുക്കറിയാം, വളരെ മാനുഷികമായിട്ട് തന്നെ ചോർത്തിക്കളയാവുന്ന ഒരു വസ്തുതയും കൂടിയാണ് പലപ്പോഴും ജീവിതത്തിന്റെ
ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ടതുപോലെ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. വളരെ മാനുഷികമായ രീതിയിൽ വിവാഹത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ അപകടം സംഭവിക്കും. വിവാഹത്തില് വീഞ്ഞിനോട് അല്ലെങ്കിൽ ജീവിതത്തിൽ വീഞ്ഞിനോട് സാദൃശ്യമാക്കിയാണ്. വീഞ്ഞിനുള്ള കരുത്ത് എന്ന് പറയുന്നത് അത് ചൈതന്യവത്താണ്. വെറും നിർദോഷമായ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക എന്നുള്ള അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിരന്തരം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. നൈരന്തര്യത്തിൽ നിന്ന് ആവർത്തന വ്യവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ ചൈതന്യമുണ്ടാകും. സ്പിരിറ്റ് എന്നുള്ള വാക്ക് വളരെ അർത്ഥവത്താണെന്ന് നമുക്കറിയാം. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ അരൂപിയാണ്. ഇതിൽ മൂന്നാമത്തെ ആളാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യതിരിക്തകൾ ആഘോഷിക്കുമ്പോഴാണ് ഒരാളെ മറ്റൊരാളുടെ രീതിയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന ഒരു കർമ്മമല്ല ഉദാശയം നടക്കുന്നത്. പലപ്പോഴും കുടുംബജീവിതത്തിലെ പിടിവാശിയും കുടുംബജീവിതത്തിലെ താളത്തെറ്റുകൾ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള വാശികളുടെ പുറത്താണ്. പരസ്പരം വിട്ടുകൊടുക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന മഹത്വത്തിലേക്ക് വളരുവാനുള്ള വഴിയാണ് വിവാഹം എന്ന ഉദാശയം. ഓരോ കുട്ടി ജനിക്കുമ്പോഴും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവരെ വാനോളം ഉയരണം, വളരണം. മാറിലും തോളിലും എടുത്ത് ചാടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും പിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണം വിവാഹത്തോട് നടക്കുന്നു എന്ന് പറയാം. പക്ഷേ ആ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം ഇവരെ സംബന്ധിച്ചിടത്തോളം, അഭിനവും പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിലെ രാജകുമാരനും രാജകുമാരിയും പരസ്പരം കണ്ടുകൊണ്ട നിമിഷങ്ങളാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ജീവിതത്തിൻ്റെ നൈരന്തര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് വിവാഹ മണ്ഡപത്തിലാണ് വഴി വരനും വധുവും ധരിച്ചാണ്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ പാതകളിൽ നിന്ന് നയിക്കുവാനായിട്ട് വിശദീകരിക്കപ്പെട്ട അരൂപിയുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ ഈ വീഞ്ഞ് നഷ്ടപ്പെട്ട അവസ്ഥയിലായിത്തീരും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലെ വിവാഹ ജീവിതത്തിൽ ആദ്യം തന്നെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ മാത്രം നേടിപ്പോയാൽ അവസാനം ബാക്കി നിൽക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വിരസതകളും ആവർത്തനങ്ങളുമാവും. അപ്പൊ അവിടെയൊക്കെ ഈ തരത്തിലുള്ള ചൈതന്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത് പരിശുദ്ധമാക്കി തീർക്കണം, കുടുംബത്തെ തിരുക്കുടുംബമാക്കി തീർക്കണം. അതിനുള്ള നിരന്തരമായ പരിശ്രമം പലപ്പോഴും വിവാഹത്തിൽ പക്വതയുടെ ഉദാശയായിട്ട് കാണാറുണ്ട്. കുഞ്ഞുങ്ങൾ വളർന്നതിനെ സൂചിപ്പിച്ചതുപോലെ പഴയ കാലത്തെ കുട്ടിക്കഥകൾ നാം വായിക്കുന്നത് പോലെ വിവാഹിതരായി അവരെ അനന്തകാലം സന്തോഷത്തിൽ ജീവിച്ചു. പക്ഷെ ഇന്ന് ആ കഥയുടെ ആദ്യത്തിന് ഒത്തിരിയേറെ മാറ്റമുണ്ടെന്ന് നമുക്കറിയാം. അവിടെ ഈ ലൈംഗിക സാന്നിധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ഈ വീഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് കഥയുടെ അന്ത്യം. പലപ്പോഴും ഇത്തരത്തിലുള്ള സുഖദായകമായ കഥ അന്ത്യമായിരിക്കില്ല എന്ന് നമുക്കറിയാം. പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളാണ്, അതിലൂടെ കുടുംബത്തിലേക്ക് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് ഒത്തിരിയേറെ വിദ്യാഭ്യാസം പരസ്പര ബന്ധങ്ങളിലൂടെ പരിചരിക്കേണ്ടതുണ്ട്. അവിടെ പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങളാണ് സഭയുടെ വളർച്ചയാണ്. മനുഷ്യത്തിന്റെ പരസ്പരം അർപ്പിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുവാനുള്ള വലിയ വാഗ്ദാനം നടത്തുമ്പോൾ ദൈവങ്ങളുടെ എപ്പോഴും ആ ദൈവിക സ്ഥാനത്ത് എല്ലാവരും ആത്മാർത്ഥ ഇതുപോലെ രണ്ടാമത്തെ കുട്ടികളെ ദൈവത്തിന് മക്കളായിട്ട് വളർത്തുവാനുള്ള ആ ദൈവികമായ ശക്തികളുടെ വാഗ്ദാനങ്ങളുടെ ഉടമ്പടികളുടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഉണ്ടാകട്ടെ. അവരുടെ കുടുംബം തിരുക്കുടുംബമാകട്ടെ. തിരുക്കുടുംബം നമ്മൾ എപ്പോഴും പറയുന്ന മാതാവും യോസേഫ് പിതാവും ഉണ്ണീശോയും അടങ്ങുന്ന കുടുംബം. ആ ഒരു കുടുംബത്തിൻ്റെ മാതൃകയിൽ ഇവരുടെ കുടുംബത്തെ പൗത്രീകൃതമാക്കട്ടെ. ആ തിരുക്കുടുംബത്തിൻ്റെ സാന്നിധ്യം, അനുഗ്രഹം, ദൈവിക സാന്നിധ്യം എപ്പോഴും ഇവരെ ചൂടി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുദാസനത്തിൻ്റെ വിനോദ നിമിഷങ്ങളിലേക്ക് കിടക്കും. നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായി കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാകുവാൻ
കല്യാണത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്താൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാരഹിതമായി ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയ സമാധാനം വരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകീട് നേടുവാനും അർഹരാക്കുകയും ചെയ്യണം. അങ്ങയുടെ സ്നേഹത്തിന് വരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ചരിത്രത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയെ പ്രകടനം ചെയ്യുവാനും അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവനം സമൃദ്ധമായി ചെയ്യണമേ. പിതാവും പുത്രനും സർവേശ്വരായ ദൈവം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനീഷയെ നിന്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. അനീഷ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഭിനവരോട് നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹം സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലോടുകൂടി അടയാളമായി പരസ്പരം മൽദികരം ചേർക്കുന്നു. അബ്രാഹത്തിന്റെയും സാന്ത്യനെയും യാക്കോബിന്റെയും നിങ്ങളുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലിമാ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാപരത്തിന്റെ അനുസര വസ്ത്രത്താൽ മനുഷ്യാഭിമാനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മന്ത്രകോടി ആശീർവദിക്കണമേ.
സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശാലമാനും വരുന്നാലും അവിടുന്ന് സുന്ദരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ ദിശയായ എപ്പോഴും നിങ്ങളുടെ ഭരണത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാം പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ ശുചിരമാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്നേഹവും ബഹുമാനവും ഹൃദയം ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ
അധപതിച്ച് ഭോജനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രകാശം ഞങ്ങളുടെ സ്വന്തം പരാജയരാക്കി ഞങ്ങളുടെ ഹീനമായ സ്വന്തമായിരിക്കാൻ മഹത്വപ്പെടുകയും ചെയ്തു. നീങ്ങളുടെ സഹായത്തിന് സ്തുതി സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യൻ സാർവത്രിക സഭയുടെ തലവൻ ഭരണാധികാരിമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവായ പിതാവിന് വേണ്ടിയും അതിരുപതാധ്യക്ഷന്മാർ യോഗ്യക്ക് വേണ്ടിയും ജോസഫ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഗുരുവിധന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീമാരുടെയും അങ്ങയുടെ കാലത്ത് ആവശ്യമായ കാര്യങ്ങളെയും ചെയ്തു. വിശിഷ്ടമായ പ്രാർത്ഥന വിശ്വാസത്തോടെ ആരംഭിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന ജലത്തിനുള്ളതാകുന്നു. അവിടുത്തെ കാരണം സംഭവമാകട്ടെ.
ദൈവമക്കളുമായ പ്രത്യേകമായി തീരുന്ന അപ്പനെയും അനീഷയും നമുക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ദൈവപ്രസാദങ്ങളിലെയും അനുഗ്രഹങ്ങളിലെയും സ്നേഹത്തിലൂടെ കുടുംബജീവിതം രക്ഷിതമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ കർത്താവിന് സമർപ്പിക്കാം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. വിവാഹമെന്ന ഉദാശയാൽ നിർമ്മമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധയുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവമായ ദൈവത്തിന് സമർപ്പിക്കുക. ഈ ഉദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സദാ സൗഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുക. നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയയുടെ ഉറയിൽ അവിടത്തേക്ക് സ്തുതി ബഹുമാനം സമർപ്പിക്കുവാൻ ദൈവം ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടി മേലെ ചുമ
തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സ് മെല്ലെ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറന്തോ മഞ്ഞായി തോരാതെ പെയ്തു നീ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപേളിയായി വളർന്നേതാ. മഴ പോലെ എന്നെ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ ഇവ പോലെ കൊഞ്ചിയൊഴുകുന്നു चाहे दे यारा खुशियाँ हो जाए अब मैं से हम. दिल में तू जगा दे ये फासलों को कर दे तू कम. मांगी मांगी दुआ मांगी है बस यही दुआ मांगी है मैं दिन ब दिन तुझे में रहूं. हो उफ तक न यारा करूं. हो तेरा हो के रहूं. हाँ रहूं तेरा हो के रहूं. तेरा हो के रहूं. हाँ रहूं तेरा हो के रहूं.
चाहत है तू, चाहत है तू, आँखों में ख्वाब है जो वो ख्वाब है तू, ख्वाब है तू, मेरी रूह का जो सुकून मुझ पे है तेरा जुनून। मांगी मांगी दुआ मांगी है, बस यही दुआ मांगी है, मैं दिन ब दिन तुझ में रहूं। ओ उफ तक न यारा करूं, हो तेरा हो के रहूं, हर हूं तेरा हो के रहूं। ओ तेरा हो के रहूं, हर हूं तेरा हो के रहूं। അഭിയലിനെ മധുരം കൊടുക്കട്ടെ, അഭിനവ് റോച്ചിന് മധുരം കൊടുക്കട്ടെ. മിന്നാരം വെയിലിൽ കണ്ണാടിച്ചിറകിൽ ഇന്നോളം കാണാ തീരം തേടുകയാ, മേഘങ്ങൾ തിളങ്ങും കാതങ്ങൾ കടന്നും കാറ്റുപോലെ അരികിൽ ആരൊരാൾ കനവാ പകരും നേർത്ത പുഞ്ചിരികളോ നീലരാവിൻ പൂനീലാവായി പെയ്യുന്നുവോ. ജന്നത്തിലെ പൂന്തത്തകൾ നല്ലറിയുവാൻ പൂത്തൊരു വഴിപൂരേ. തെന്നലിൻ തളിരിളം വിരൽ മുനകൾ നെഞ്ചിലെ കണിമലരിനായി ഇതാദ്യമായി തലോടവേ. തെന്നലിൻ തളിരിളം വിരൽ മുനകൾ നെഞ്ചിലെ കണിമലരിനായി ഇതാദ്യമായി തലോടവേ. പറന്നുപോ തുമ്പികൾ നിലവായി നേരിരുന്നതെല്ലാം നിഴലായി കൂടെ ഇന്നു വരവേ. നമ്മളേതോ വീണമൂടും ഈണങ്ങളാ ജന്നത്തിലെ പൂന്തത്തകൾ നല്ലറിയുവാൻ പൂത്തൊരു വഴിപൂരേ. മിന്നാരം വെയിലിൽ കണ്ണാടിച്ചിറകിൽ ഇന്നോളം കാണാ തീരം തേടുകയായി, മേഘങ്ങൾ തിളങ്ങും കാതങ്ങൾ കടന്നും കാറ്റുപോലെ അരികിൽ ആരൊരാൾ കനവാ പകരും നേർത്ത പുഞ്ചിരികളോ നീലരാവിൻ പൂനീലാവായി പെയ്യുന്നുവോ.
ഒളിമിന്നും പുഞ്ചിരിയായി ചിന്നും പൂമഴയോ നിൻമൊഴിയോ ചെല്ലക്കാറ്റല നീ പൊന്നില്ലി കാടായി ഞാൻ ഒന്നായി ചേർന്നിടുവാൻ ഉൾക്കൊതിയായി അനുരാഗത്താലേ ഒരു മേഘത്തുണ്ടായി ഞാനും മഴ കൊള്ളുവാനായി വന്നവളെ അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ 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 പകലോ രാത്രിയോ ഒന്നും തിരിയാതെ മഴയോ വെയിലോ ഒന്നും നോക്കാതെ നിൻ പിറകെ പോന്നു ഞാൻ ഹൃദയം തന്നു ഞാൻ നിൻമെഴിതൻ മയിലാട്ടം എന്നെഞ്ചിൻ കൂട്ടിലോ പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി പലവൊരു പറയാൻ നിൻ കാതിൽ ചുണ്ടു ചേർത്തു ഞാൻ ഒരു മൊഴി ഇരുമൊഴി കേൾക്കാതെങ്ങു പോയി അഴകേ അഴകേ എന്നിൽ നിന്നും പോകാതെ അഴകേ 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 എന്നിൽ നിന്നും പോകാതെ അഴകേ 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 ഒളിയില്ല ഉൻമൊഴികൾ വിടതേടും എൻ വിളികൾ ഇമയ്ക്കാര നമ്മൊഴികൾ ഘടികാര തെന്തുളികൾ அடிவாயார உன் காதல் நீ சொல்லடி வாராத நடிப்பெல்லாம் வேண்டாமடி மின்னஞ்சல் குறுஞ்செய்தி அனுப்பாதடி கண்முன்னே உந்தன் எண்ணம் கூறடி விளம்பர இடைவெளி மாலையில் உன் திருமுகம் திறக்கின்ற வேளையில் துன்னிரமற்ற இதயத்தில் வானவில் அடி என்ன இலை உந்தன் மனதில் நான் உனதே அடி நீ எனதா தெரியாமல் நானும் தேடுகிறேன் இல்லை என்றே சொன்னால் இன்றே
കണ്ണാടി വാതിൽ നീ തുറന്നുവോ, 5-6 പൂക്കൾ നീ എറിഞ്ഞുവോ, നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. കണ്ണാടി വാതിൽ നീ തുറന്നുവോ, 5-6 പൂക്കൾ നീ എറിഞ്ഞുവോ, നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. ഈ മഞ്ഞക്കാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീ എന്ന പോ, ഹേമന്തരാവിന്റെ ആഴത്തിൽ നിന്നേതോ നാളങ്ങളായ എന്നിൽ നീ തുറന്നുവോ, അരികെ നിന്നെ കണ്ടില്ല. സൂചിമുഖി ജാലങ്ങളാൽ കൈനീട്ടുമീ വനങ്ങൾ, ഏതോർമ്മയിൽ ചായുന്നിതാ ഈരൻലതാങ്കുരങ്ങൾ. ഒരേ ഒരു പൂവിൻ മുഖസ്മിതം, 1000 പൂക്കൾ പെയ്യുന്നുവോ, ഒരേ ഒരു കാറ്റിനോലസ്വരം, 1000 ഗാനം മൂളുന്നുവോ, അനുരാഗമതിലോല മൃദുമന്ത്രമായി ഉദയാംശു ചൊരിയുന്നുവോ. വെൺപ്രാവുകൾ പാറുന്നൊരേ ആകാശമൗനങ്ങളിൽ, പൊൻപൈനുകൾ കൈകോർക്കുമീ ഉല്ലാസതീരങ്ങളിൽ, വരാനൊരുങ്ങുന്ന പൂക്കാലമേ, വിലോലസായാന്ന സൗവർണമേ, മനോമരാളങ്ങൾ നീന്തുന്നിതാ സരോവരങ്ങൾ തന്നോളങ്ങളിൽ, പ്രണയാർദ്രമൊരു ഭാവസങ്കീർത്തനം ഹൃദയത്തിൽ ഉണരുന്നുവോ. കണ്ണാടി വാതിൽ നീ തുറന്നുവോ, 5-6 പൂക്കൾ നീ എറിഞ്ഞുവോ, നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണർന്നു പോയി, അരികെ നിന്നെ കണ്ടില്ല. ഈ മഞ്ഞക്കാലത്തിലെ കാന്തദാഹത്തിൽ ആളുന്നു തീ എന്ന പോ, ഹേമന്തരാവിന്റെ ആഴത്തിൽ നിന്നേതോ നാളങ്ങളായ എന്നിൽ നീ Put your
വാക്കിൽ എന്നെ ഞാൻ മറന്നു നിന്നുവോ, ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ, താനേ തമ്മിൽ ഒന്നുരുമ്മിയോ, ഏതോ നാണം മഞ്ഞു തൂവിയോ, നീ എൻ കൺപീലിയാകുമോ, നീ എൻ മൺവീണയാകുമോ, നീ എന്നുൾ താളമാകുമോ, പാടുമെന്നിൻ പാതിരാമുല്ലകൾ പൂവിടും മാരിവിൽ നെയ്യുമീ കൊട്ടിലായി, എന്നിലെ ചില്ലയിൽ മഞ്ഞുനീർ തുള്ളിയായി പെയ്യുമോ, മെല്ലെ നീ ചെമ്പക ചുണ്ടിലെ തേൻകുടം ഒന്നിതൻ കുമ്പിളിൽ തൂകുമോ, ലോലമായി കാതിലൊന്നീണം മൂളുമോ, കുഞ്ഞു തെന്നലെ ഒന്നിളം വെയിൽ വിരൽ നിറം കുടഞ്ഞുമോ, നിന്നെനിയാകുന്നില്ലേ ചുരുൾ കടൽ സ്വയം അടഞ്ഞതോ, എൻ മനം എതിൽ മലർക്കുടം പൊഴിഞ്ഞുവോ, നീയൊന്നു പുഞ്ചി പോലെ